പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സാഗർ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്നത് കാണാൻ ഇടയാകുന്ന കൃഷ് ഇപ്പോൾ ഞെട്ടിപ്പോയിരിക്കുകയാണ്. ഒരിക്കലും താൻ ഇങ്ങനെയൊക്കെ അച്ഛൻ മാറുമെന്ന് പ്രതീക്ഷിച്ചതല്ല. പക്ഷേ എന്ത് ചെയ്യാം, ഇനി ഇതിലൊന്നും തന്നെ തനിക്ക് ചെയ്യാനും പറ്റുകയില്ല. അതുകൊണ്ട് കാര്യങ്ങൾ ഇനി എങ്ങോട്ടാണ് പോകുന്നത് എന്ന് നോക്കുക തന്നെ വേണം. അതിനു മുന്നേ ആദ്യം എനിക്ക് ആ ബലരാമനെ ചെന്ന് കാണണം. എന്തുകൊണ്ടാണ് ബലരാമനെ ഇങ്ങനെ അച്ഛൻ പേടിക്കുന്നത് എന്നതിനുള്ള കാരണം എനിക്ക് അറിഞ്ഞേ മതിയാകൂ. എടാ, ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ എടുത്തു ചാടണോ? ഇത് ആവശ്യമില്ലാത്ത കാര്യമൊന്നും അല്ലടാ. ഇതിന് പിന്നിൽ കൃത്യമായ കാര്യങ്ങളുണ്ട്. എന്തൊക്കെയോ കാര്യങ്ങൾ അച്ഛൻ ഒളിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഈ കാര്യം അറിഞ്ഞേ മതിയാകൂ. അതുകൊണ്ട് നീ എന്നെ സഹായിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതെന്ത് ചോദ്യമാടാ? നിന്നെ സഹായിക്കാൻ ഞാൻ എപ്പോഴും കൂടെ തന്നെ ഉണ്ടാകാറില്ലേ. നീ ധൈര്യമായിരി. നമുക്ക് ഇതിനു പിന്നിലെ സത്യങ്ങൾ കണ്ടെത്തുക തന്നെ ചെയ്യാം. ഞാനുണ്ട് നിന്റെ കൂടെ. ഇതേ തുടർന്ന് ബലരാമനെ കൃഷ് ചെന്ന് കാണുകയാണ്. ഓ, നീയോ? എന്തായടാ? കൺമണിയെ നീ രക്ഷിച്ചോ? ഞാൻ അത് സംസാരിക്കാനല്ല വന്നേ. നിന്നെ എന്തിനാടാ എൻ്റെ അച്ഛൻ പേടിക്കുന്നേ? നിന്നിലത് അതിനെ എന്തുണ്ടായിട്ടാ എനിക്ക് മനസ്സിലാകുന്നില്ല. നിന്നെ ഇപ്പോൾ ജയിലിൽ നിന്ന് ഇറക്കാനുള്ള തീരുമാനവുമായിട്ടാണ് എൻ്റെ അച്ഛൻ വന്നിരിക്കുന്നത്. അതിനു പിന്നിലെ കാരണം എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. നിന്നെപ്പോലെയുള്ളവനെയൊക്കെ ഭയക്കാനോ ഒരിക്കലുമില്ല. എടാ അനിയ, നീ കാര്യങ്ങൾ അറിയാതെയാണ് സംസാരിക്കുന്നത്. എന്ത് അറിയാതെയാടാ? നിന്നെ ഞാനില്ലേ, ഇനിയും നീ പുറത്തിറങ്ങി എൻ്റെ കുടുംബത്തിന് നേരെ വന്ന കൊന്നു കളഞ്ഞേക്കും. പറഞ്ഞില്ലെന്ന് വേണ്ട, ഇത് കൃഷാ പറയുന്നേ. എടാ ചക്ക, നീ വിടി. ഒരു തെറ്റ് എനിക്ക് പറ്റി, അത് ഞാൻ സമ്മതിച്ചു. പക്ഷേ വീണ്ടും ഇതിൻ്റെ പേരിൽ മെക്കിട്ട് കയറാനാണ് നിന്റെ തീരുമാനമെങ്കിൽ അത് നടക്കില്ലടാ. മനസ്സിലായോ? നടക്കുമോ നടക്കില്ലയോ എന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. നീയും സൂക്ഷിച്ചോ. ഒന്ന് പോടയക്ക. ഇതോടെ കൃഷ് തിരികെ എത്തുകയാണ്. കൃഷ് അസ്വസ്ഥനായത് കാണാൻ ഇടയാകുന്ന കൺമണി, കൃഷ് സാർ, ഇങ്ങനെ അസ്വസ്ഥനാവല്ലേ. വെറുതെ എന്തിനാ ഇങ്ങനെ ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കുന്നേ? അച്ഛൻ ചെയ്യുന്നതിന് പിന്നിൽ എന്തെങ്കിലും കാരണമുണ്ടാകും. ഒരു കാരണവുമില്ല. ഇങ്ങനെ പേടിച്ച് അച്ഛൻ ഇരിക്കുന്നത് കാണുമ്പോഴാ എനിക്ക് ആകെ എന്തോ പോലെ. എന്തിനാണാവോ ഇങ്ങനെ ചെയ്യുന്നേ? കൃഷ് സാർ, ഞാനും ഇതിനെ കുറിച്ച് ഒന്ന് അന്വേഷിക്കാം. പേടിക്കാതിരി. ഇതിന് പിന്നിലെ രഹസ്യം കണ്ടെത്തണം. ആ ബലരാമനെ എനിക്ക് കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. എടുത്തു ചാടി ഒന്നും ചെയ്യല്ലേ കൃഷ് സാർ. നമുക്ക് തീരുമാനമുണ്ടാക്കാം. ഇതിനിടയിലാണ് മാനസിയും അതുപോലെ തന്നെ വരുണും ഒത്തുചേരുന്നത്. നമ്മുടെ ലക്ഷ്യം ഒന്ന് തന്നെയാണ്. നിനക്ക് കൺമണിയെ വേണം, അതുപോലെ തന്നെ എനിക്ക് കൃഷിനെയും. നമ്മൾ ഒരുമിച്ച് നിന്നാൽ തിരിച്ചടിയാം. നിന്നെ ചതിച്ചല്ലേ അവർ സ്വത്തുക്കൾ സ്വന്തമാക്കിയത്. അപ്പോൾ മറുചതി എന്താ? ഞാൻ ഈ ഹോസ്പിറ്റലിൽ നിന്നൊന്ന് എണ്ണീറ്റ് വന്നോട്ടെ. മാനസയുടെ കൂടെ എന്തിനും ഞാൻ ഉണ്ടാകും. ഈ ഉറപ്പ് നൽകിയിരിക്കുകയാണ് വരുൺ. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.